ഹൈ റിവാർഡാണ് പെന്നി സ്റ്റോക്ക്. ഓപ്പറേറ്റേഴ്സ് ആരാണ്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം മേ ബി. അത് ഒരു ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. അതൊന്നും ഈവൻ ഫണ്ട് ഹൗസിനെക്കാളും കൂടുതൽ ഫണ്ട് ഇവർ ഓപ്പറേറ്റേഴ്സ് ചിലപ്പം ഇതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യും. ഇവരൊരു കൂട്ടം ആൾക്കാർ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ 100 രൂപേന്റെ സ്റ്റോക്ക്, നല്ല ഫണ്ടമെന്റ്സ് ഉണ്ട്, ഒരു കാരണവശാലും ആ സ്റ്റോക്ക് 100 താഴെ വരാൻ സാധ്യതയില്ല. കാരണം റീറ്റെയിലേഴ്സും ഒക്കെ നല്ല സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും സ്റ്റോക്ക് താഴെ വരില്ല. കാരണം അത്രയും സ്ട്രോങ് ആണ് സ്റ്റോക്ക്. എല്ലാ ക്വാർട്ടർ റിസൾട്ട് കൊടുക്കുന്നുണ്ട്, നല്ല വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പൊ ഇവർക്ക് ഇതിന് താത്തി കൊണ്ടുപോകണമെങ്കിൽ 100 രൂപ സ്റ്റോക്ക് 98 സെല്ലിങ് ഇട്ടെടുത്ത് ആരും കൊടുക്കാറുണ്ടോ? ആരും കൊടുക്കില്ലല്ലോ. ഇവരെന്താക്കും വെച്ചാല് 98 ഒരാള് സെല്ലിങ് ഇട്ട് ഇവരെന്നെ 98 അത് കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി 98 ഷെയർ ട്രേഡ് ചെയ്യും. അപ്പൊ ഇവർ കൈൻഡ് ഓഫ് മീഡിയേറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങള്? മീഡിയേറ്റേഴ്സ് ചില കമ്പനീസിന് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പറഞ്ഞു കേൾക്കുന്നത്. സത്യാവസ്ഥ ഒന്നും അറിയില്ല. പക്ഷെ ഓപ്പറേറ്റേഴ്സ് വന്നാൽ മാത്രമേ സ്റ്റോക്കിന് മൂവ്മെന്റ് ഉണ്ടാവും. അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും വാങ്ങി കഴിഞ്ഞാൽ കയറിപ്പോയി ചെയ്യാം. അപ്പൊ ഇത് 100 98 ഓട്ടോമാറ്റിക് വന്ന്. അപ്പോൾ ഇത് 100 രൂപയിലൊക്കെ വാങ്ങിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 98 ഇതെങ്ങനെ വന്നു ഇത്ര സ്ട്രോങ് സ്റ്റോക്ക്? ഇവർ അടുത്ത 96 ഓർഡർ എടുക്കും. ഇവരെന്നെ വാങ്ങും, ഇവരെന്നെ വിൽക്കും. അപ്പൊ 96 സ്റ്റോക്ക് വന്നു. അങ്ങനെ അവർ താത്തി കൊണ്ടുപോയത് 90 രൂപ എത്തുമ്പോഴേക്ക് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവർ ഒറിജിനൽ ഷെയർസ് വിൽക്കാൻ തുടങ്ങും. അപ്പൊ അവരുടെ ഷെയറൊക്കെ ഇവര് താഴ്ത്തി കൊണ്ട് വാങ്ങി വെക്കും. പിന്നെ ഒറ്റ കേജ് കൊണ്ടുവരാം. അങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സിന്റെ വേ ഓഫ് ആക്ടിവിറ്റീസ്. എങ്ങനെയൊക്കെയാണ് കേജ് കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെയാണ്. ചില ഷെയർസ് ഒരു കയ്യിൽ ആയിക്കഴിഞ്ഞാൽ ഒരു മേലെ കയറ്റി ഇവരെ വാങ്ങി മേലെ കയറ്റി പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ ബൈങ് വരുമ്പോൾ ഈ ഹൈ ലെവലിൽ പോയി റീറ്റെയിൽസ് പോയി ബൈ ചെയ്യും. ഏറ്റവും ഹൈ ലെവലിൽ എത്തുമ്പോൾ പിന്നെ മീഡിയാസിൽ പറയും സ്റ്റോക്ക് വാങ്ങും 200 300 ആകുമ്പോൾ നമ്മൾ 100 രൂപ സാധനത്തെ 200 500 200 സാധനം ആകുമ്പോൾ ഇവർ അത് ഓഫ്ലോഡ് ചെയ്യും, വിറ്റേക്കും. ഒരു 100% ഇട്ട് നമ്മളത് പിടിച്ചിരിക്കും. അപ്പൊ എപ്പോഴും ഫണ്ടമെന്റൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് പ്രശ്നങ്ങളൊന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ല. നിങ്ങൾക്ക് താണാലും ക്ഷമയോട് കാത്തിക്കാൻ മാത്രമേ ഉള്ളൂ. പല സ്റ്റോക്സ് റീസെന്റ് അടിച്ച് താത്തിക്കൊണ്ടുവന്നിട്ടില്ല. ഈ ഡിവിഡൻസ് എന്താണ് ആക്ച്വലി? ഇതിനെങ്ങനെ നമുക്കൊരു ഒരു പ്ലെയിൻ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം? ഓക്കെ, ഡിവിഡൻസ് തന്നെ വളരെ പ്ലെയിൻ വേർഡ്സ് പറയുകയാണെങ്കിൽ കമ്പനി ലാഭത്തിന് വിഹിതം ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കൊടുക്കും. 10 രൂപ ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ 10 രൂപയും ബേസിലായിരിക്കും ഇപ്പം ഡിവിഡൻഡ് കൊടുക്കുന്നത്. 100% ഡിവിഡൻഡ് മീൻസ് 10 രൂപ എന്നർത്ഥം. അപ്പൊ ഇപ്പം പൊതുവെ 2 rupees പെർ ഷെയർ അങ്ങനെയൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്നത്. 500 ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പനി 2 rupees പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ ഡിവിഡൻഡ് കിട്ടും. അപ്പം ആക്ച്വലി കമ്പനി ലാഭമുള്ള കമ്പനിയാണ് ഡിവിഡൻഡ് തരുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് കമ്പനി നല്ല കമ്പനീസ് എന്ന് പറയും. പക്ഷെ ഈ ഡിവിഡൻഡ് നമ്മുടെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടണമെങ്കിൽ ഒരു കമ്പനി നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാം. ഈ കമ്പനി ഒരു 5 വർഷം കഴിഞ്ഞാൽ 40 രൂപ ഡിവിഡൻഡ് തരും എന്ന് മനസ്സിലാക്കാം. ഷെയറിന്റെ റേറ്റ് 100 രൂപ താഴെയാണ് കൂട്ടാം. പക്ഷെ ഇപ്പം കമ്പനി വളർന്നു വരുന്നുണ്ട്. കമ്പനി ഇപ്പം തന്നെ 2 രൂപ ഡിവിഡൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 വർഷം കഴിഞ്ഞാൽ കമ്പനി 30 രൂപ ഡിവിഡൻഡ് തന്നേക്കാം എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ എക്സാമ്പിൾ BPSL ഒക്കെ, BPCL കമ്പനിയൊക്കെ 50 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 50 രൂപീസ് ഡിവിഡൻഡ്. ഈ BPSL കമ്പനി ഒരു 10-50 ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെങ്കിൽ 40 രൂപ ട്രേഡഡ് സ്റ്റോക്കാണ്. ഈ 40 രൂപക്ക് ട്രേഡഡ് സ്റ്റോക്ക് അന്ന് ഒരാൾ 1000 ഷെയർ വാങ്ങിയിട്ട് കൂട്ടാം. 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടാം. ഇപ്പൊ ഒരു 15 കൊല്ലത്തിനുള്ളിൽ 3 പ്രാവശ്യം ബോണസ് കൊടുത്തിട്ടുണ്ട് ഷെയർ. അപ്പം 1000, 2000, 4000, 8000 ഷെയർസ് ഇപ്പൊ ആ വ്യക്തിയുടെ അടുത്തുണ്ടാവും. 8000 × 50 ഡിവിഡൻഡ് കൊടുക്കാൻ എത്ര കിട്ടി? അതാണ്. അപ്പൊ ഡിവിഡൻഡ് തരാൻ സാധ്യത സ്റ്റോക്കിന് ഇപ്പോഴേ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ബുദ്ധി. ഹൈ ലെവലിൽ പോയിട്ട് ഇൻവെസ്റ്റ് നമ്പർ ഷെയർസ് കുറവായിരിക്കില്ലേ. അപ്പൊ ഭാവിയെ ഡിവിഡൻഡ് തരുന്ന എക്സ്പെക്ടേഷൻസിൽ അത്രയും മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹെവി ഡിവിഡൻഡ് പല കമ്പനിക്കാരും കൊടുക്കുന്നുണ്ട്. BPSL, IOC, യൂണിയൻ ബാങ്ക് ഒക്കെ നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. പിന്നെ ഈ ഫണ്ടമെന്റൽസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ടോ? ആക്ച്വലി ഫണ്ടമെന്റൽസിനെ പറ്റി ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ടെക്നിക്കൽസ് ആണ് മനസ്സിലാക്കാൻ പ്രയാസം. ടെക്നിക്സ് ഒരുപാട് വാക്കുകളുണ്ട്. കാൻഡിൽസ്റ്റിക് പാറ്റേൺ, മറ്റേ പാറ്റേൺസ് പഠിച്ചിട്ടാക്കാം. ഫണ്ടമെന്റൽസ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അതിനുവേണ്ടി ഫെർദർ ആയിട്ട് പൈസ കൊടുക്കുന്നതിലും പഠിക്കുന്നതിലും ഒന്നും മീനിങ്സ് ഒന്നും ഇല്ല. അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കലില്ല.
എല്ലാവർക്കും അറിയാം ബിനോയ് സാറിന്റെ ഫേവറേറ്റ് സ്റ്റോക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യം ചെയ്തത് ആർബിഐയിലാണ്. ഇപ്പൊ അതിന്റെ സ്റ്റേറ്റസ് എന്താണ്? ഈ ആർവെലിന് 30 രൂപ ഉള്ളപ്പം ഞാൻ പറഞ്ഞത് 1000 റുപ്പീസ് ആവും. പക്ഷെ അതിന് സമയം എടുക്കും ആ വേണ്ടിയിട്ട്. പക്ഷെ 30 രൂപ സ്റ്റോക്ക് വളരെ ഫാസ്റ്റ് ആ ഓപ്പറേറ്റിംഗ് എൻ്റർ ചെയ്തുകൊണ്ടായിരിക്കാം 600 രൂപ ലെവലിലേക്ക് പോയി. 600 ലെവലിൽ അത് ശരിക്കും പറഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ അത് 1000 രൂപ ആയിരിക്കും. ഇപ്പൊ അത് കറക്ഷൻ വന്ന് 340 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. പക്ഷെ ഒരു ക്വാർട്ടർ റിസൾട്ട് മോശമൊന്നല്ല ഒരു കമ്പനി നമ്മൾ അളക്കേണ്ടത്. ഇതിൽ ബെസ്റ്റ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ആർബിഐനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല ആൾക്കാരാണ് ഡൗൺഗ്രേഡ് ചെയ്തത്. ഫണ്ട് ഹൗസ് ഡൗൺഗ്രേഡ് ചെയ്തത് 230. ആ ഫീച്ചർ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും ഇസ് ഗുഡ് ഫോർ ലോങ് ടേം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ലോങ് ടേം നല്ല ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷൻ അവർ അതായിരിക്കും. ആ ഷെയർ മോശമാണെന്ന് പറഞ്ഞില്ല, ഇപ്പത്തെ റിസൾട്ട് മോശം താഴ്ത്തു വീഴുന്ന പറഞ്ഞേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കൊടുത്തിട്ട് താഴ്ത്ത് വാങ്ങിക്കഴിഞ്ഞാൽ താഴ്ത്ത് വന്നാൽ നിങ്ങൾ ഡബിൾ സ്റ്റോക്ക് ആക്കി വെക്കാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അതിന് വിട്ടുപോയിന്നും വരും. ഇന്നലെ അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം കോടി ഓർഡർ കയ്യിലുള്ള കമ്പനിയാണത്. അവര് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാർജിൻ കുറച്ച് കുറവാണ്. കാരണം അവർ ഗവൺമെന്റ് കമ്പനിയാണ്, അവർ ചെയ്തു കൊടുക്കുന്നത് ഗവൺമെന്റ് കമ്പനിക്കാണ്. അപ്പം അതിനുള്ള മാർജിൻ പ്രഷർ കുറവ്. പക്ഷെ അവരെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അവർ ഓവർസീസ് വർക്ക് എടുക്കുന്നുണ്ട്. അപ്പം കമ്പനി പറഞ്ഞ് ഇനി അവർ അങ്ങോട്ട് കൂടുതലായിട്ട് ഓവർസീസ് വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വലിയ കമ്പനിയാണ്, ഇന്ത്യയിലെ LNT ആയിട്ടുള്ള കമ്പനിയാണ് ആർബിഐ. സോ അത് വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. 230 സന്തോഷത്തോടു കൂടി കൂടുതൽ ഷെയർ വാങ്ങാം. പാനിക് ആവാണ്ട് കുറച്ചും കൂടി ഷെയർസ് വാങ്ങിക്കൂട്ടാം. ഒരിക്കലും പാനിക് ആവാതിരിക്കുക. പാനിക്കാട് വാങ്ങിക്കൂട്ടാം. 1000 റുപ്യ ഇത് അവസരമല്ലേ. ഏത് വർഷമാണ് ആദ്യം ഇത് മേടിച്ചത് ഷെയർ? ആർബിഐനാണോ? അതെ, ആർബിഐനിൽ 2021 ഐഡന്റിഫൈ ചെയ്തത്. അതാണ് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്ത്. എല്ലാവരും ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആർബിഐയിൽ വെച്ചത് 30 രൂപക്കാണ് ഷെയർ ചെയ്തത്. അപ്പം ഇതിൽ പലപ്പം പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആർബിഐയിൽ വാങ്ങാൻ പറ്റില്ല, മിസ്സായി പോയി. 300 രൂപ കടന്നെ വാങ്ങിയതാണ്. ഇവ 300 രൂപയാണ് വാങ്ങ്, ഇപ്പം വാങ്ങൂല, താഴോട്ട് വരാണ്ടി കാത്തിക്ക. കുറച്ച് വാങ്ങിയിട്ട് ആ സ്റ്റോക്കിന് വാങ്ങി വെക്കണം. അപ്പൊ താഴത്ത് വരുന്നത് ഒരു അവസരമായിട്ടാണ് മാറ്റേണ്ടത്. പല സ്റ്റോക്സ് അങ്ങനെ വന്നിട്ടുണ്ട്, താഴെ വന്നിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ വലിയൊരു കമ്പനിയാണ് ആർബിഐനിൽ. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ആണ്. പിന്നെ അതിൽ പുറമെ റെയിൽവേ ഇവർ സബ് കൊടുക്കുന്നത് തന്നെ 1000-1500 കോടി ഓർഡർ മറ്റൊരു കൊടുക്കും. അപ്പൊ അതിന് അത്ര പൊട്ടൻഷ്യൽ കൊടുത്ത് ഭാവിയിൽ ഒരു ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഞാൻ 30 രൂപയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാവിയിൽ ഒരു 2 റുപ്പീസ് ഡിവിഡൻഡ് തരും, പിന്നെ 4 ആകും, 5 ആകുന്നു. ഇപ്പൊ ഓൾറെഡി 1 റുപ്പി 2 റുപ്പി ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞു കമ്പനി. അപ്പൊ ഇനിയിപ്പോ അവരുടെ കയ്യിൽ 1 lakh ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് ഭാവിയിൽ ഓർഡർ ഓവർസീസ് ഓർഡേഴ്സ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ബാക്കി എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന് ഇരിക്കുന്ന കമ്പനിയാണ്. സോ ഞാനതിൽ വളരെ ബുള്ളിഷാണ്. 230 രൂപയിൽ വന്നാൽ ഒരു കൂടുതൽ ഷെയർസ് ഞാൻ വാങ്ങി വെക്കും. എല്ലാവരും ബിനോയ് സാറിന്റെ അടുത്ത് നിന്ന് ഒരു ദാറ്റ് വൺ സ്റ്റോക്ക് വിച്ച് യു വുഡ് അഡ്വൈസ് ടു ഇൻവെസ്റ്റ് ഫോർ എ ലോങ് ടേം പീരീഡ്, അത് ഏതായിരിക്കും? ഓക്കെ, അത് ഡെഫിനറ്റ് ആയിട്ടും ആർബിഐയിലുണ്ട്. ആർബിഐയിൽ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന വേറൊരു സ്റ്റോക്ക് കൂടെ ആയിരിക്കാം. സോ 2 സ്റ്റോക്ക് പറയാം. ഒന്ന് റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള സ്റ്റോക്ക് വാരി എനർജീസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് 3700 ലെവലിന് അടിച്ച് 2900 റേഞ്ചാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് IPO വന്നതാണ്. 1500 IPO വന്ന സ്റ്റോക്കാണ്. ഇൻവെസ്റ്റ് കിട്ടിയതിന് ശേഷം 2000 മുതൽ പറയുന്നുണ്ട്. 2000 മുതൽ 3700 വരെ പോയി. അവിടുന്ന് കറക്ഷൻ വരാനുള്ള ഏക കാരണം ഇവർക്ക് എക്സ്പോർട്ടിങ് ആണ് കൂടുതലുള്ളത്. വാരി എനർജീസ് കമ്പനീന്റെ ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്കാരെ ടാറ്റ പവറാണ്. സോളാർ പറഞ്ഞാൽ ടാറ്റ പവറിനെ അറിയുള്ളൂ. പക്ഷെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി വാരി എനർജീസ് ലിമിറ്റഡാണ്, ടാറ്റ പവർ അല്ല. ക്വാളിറ്റി വൈസ് ഭയങ്കര സൂപ്പർ സ്റ്റോക്കാണ്. ഇത് വേൾഡ് വൈഡ് ഫേമസ് ആണ് വാരിയുടെ പ്രൊഡക്റ്റ്. വാരിയുടെ പ്രൊഡക്റ്റ് ആണ് മറ്റ് രാജ്യങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു സോളാർ പാനൽ. ടാറ്റ പവർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ വാരി എനർജീസ് ആക്ച്വലി ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യത്തെ ജനങ്ങൾക്ക് അറിയില്ല. പക്ഷെ അത് വളരെ സോളിഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവര് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാല് 50% എക്സ്പോർട്ടിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, ആ എക്സ്പോർട്ടിങ്ങിന്റെ 60% USA-ലേക്കാണ്. അപ്പൊ ആക്ച്വലി ഇത് വളരെ പോസിറ്റീവ് ആയിരുന്നു. ആദ്യം ഈ ട്രംപിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഇത് നേരെ നെഗറ്റീവ് ആയിട്ട് മാറി. ഇവരവിടെ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. USA പ്ലാന്റ് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇൻ സോളാർ റിന്യൂവബിൾ സ്പേസിൽ അത് വാരിയാണ്. അപ്പൊ അവർ സബ്സിഡി കൊടുത്തിട്ടാണ് അവിടെ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ സബ്സിഡി എടുത്തു കളഞ്ഞു, പിന്നെ താരിഫ് വെച്ചു, ഫുൾ പ്രശ്നങ്ങളായി. അപ്പൊ അവർക്ക് USA ഇൻകത്തിന് മേലെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അടിച്ച് താഴ്ത്തു വന്നത്.
പക്ഷെ ഈ കമ്പനി വെച്ചാല് കിറ്റക്സിലെ സാബു മാതിരിയാണ്, സൂപ്പറാ. ഇവര് അമേരിക്കയിലെ വേറെ മാർക്കറ്റിലെ സ്റ്റാൻ നിൽക്കുന്നത്. ഫോർ ടൈം ബീങ് ഇത് എഫക്റ്റീവ് തന്നെ. നെക്സ്റ്റ് ക്വാർട്ടർ ഒക്കെ ചിലപ്പം ബാധിച്ചേക്കാം. പക്ഷെ അങ്ങനെ ബാധിച്ചത് ആ സ്റ്റോക്ക് ഒരു 1000 വന്നാൽ വാങ്ങി കൂട്ടിക്കോ. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് സംടൈംസ് വന്നോടാന്നില്ല, കാരണം ഈ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ വന്നോടാന്നില്ല. ഇക്വിറ്റി കുറവാണ്. തിരിച്ചു കയറുമ്പോൾ ഇക്വിറ്റി കുറവുള്ള കമ്പനി പ്രത്യേകത തിരിച്ചു കയറുമ്പോൾ പെട്ടെന്ന് കയറും, കാരണം ഡിമാൻഡ് ആണല്ലോ. അപ്പം മാർക്കറ്റിൽ ഒരു 500 കോടി സ്റ്റോക്ക് ഉള്ളപ്പോൾ ചേഞ്ച് ഓഫ് ഹാൻഡ്സ് ആണ് നടക്കുന്നത്. 50 കോടി ഉള്ളെങ്കിൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക് കൂടുമല്ലോ. കൊടുക്കാൻ ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇക്വിറ്റി വളരെ കുറവാണ്. റിന്യൂവബിൾ എനർജി സെക്ടർ ഉള്ളതാണ്, നമ്പർ 1 പ്രൊഡക്റ്റ് ആണ്. പിന്നെ പുറമെ ഇന്ത്യയിൽ ഇപ്പം ഞാനിത് പറ്റി കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത സമയത്ത് ഇപ്പോൾ ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വാരിയുടെ പ്രൊഡക്റ്റ്. നമ്മൾ ചില കമ്പനീസിനൊക്കെ നമ്മൾ ചുറ്റുപാടൊന്നും മനസ്സിലാക്കാൻ പറ്റും. ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ചില സംഗതിയിൽ നിന്ന് ഞാൻ എൻ്റെ മുന്നിൽ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന കമ്പനി സമയത്ത് പോയ സമയത്ത് ഇറങ്ങുന്ന ആംബുലൻസ് കമ്പനി ഫോഴ്സ് മോട്ടോഴ്സിന്റെ എന്റെ ടെമ്പോ ടാക്സി 6 ടൂർ പോകണം ഫോഴ്സ് മോട്ടോഴ്സിൽ പോകണം. പെട്ടെന്നൊരു സാധനം ഇങ്ങനെ വരാണ് നമ്മുടെ മുന്നിലേക്ക്. എവിടെ നോക്കിയാലും ഇത് തന്നെ. നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കും വണ്ടി 90% തന്നെ. അപ്പൊ നമുക്ക് കോമൺ സെൻസ് ആണ്, ഈ കമ്പനി വളർന്നുണ്ടല്ലോ വാങ്ങാലോ. പിന്നെ പ്ലാസ്റ്റിക് ചെയർസ് പണ്ട്, പിന്നെ പെട്ടെന്ന് നീൽക്കമൽ പ്ലാസ്റ്റിക് ആൾക്കാർ ബ്രാൻഡായി മാറി. ആരും ഏതെങ്കിലും വാങ്ങുന്ന സ്ഥലത്ത് ആൾക്കാർ നീൽക്കമലിന് വാങ്ങുക. നീൽക്കമൽ വാങ്ങാൻ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് പണ്ട് വണ്ടി റൂട്ടിലുള്ള വണ്ടി കമ്പനി മാറി ചെയ്തു. പിന്നെ പല പല വണ്ടീസായി. പിന്നെ മാരുതി ശരിക്കും ഷിഫ്റ്റ് ശരിക്കും ടാറ്റന്റെ വണ്ടി വന്ന് വീണ്ടും പഴയ ഗ്ലോറി തിരഞ്ഞെടുത്ത് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് വാങ്ങാം. അന്ന് 600-700 ഉള്ളൂ. അതേമാതിരി തന്നെയാണ് വാരിയ പ്രൊഡക്റ്റ്. ഇപ്പം നിങ്ങൾ തന്നെ തൊട്ടടുത്ത ആളുടെ ഇത് ഏതാ പ്രൊഡക്റ്റ് ചോദിച്ചാൽ പണ്ട് ടാറ്റ പവർ എന്നാണ് വേറെ പറയാനില്ല. ഇപ്പം പറയും ഇത് വാരിയാ പറയും. അപ്പോൾ ഇത് വാരി വാരിന് അതാണ് ഇന്ത്യൻ നമ്പർ 1. അങ്ങനെ 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 ഇന്ത്യയിൽ തന്നെ അത് ഫേമസ് ആയി. ഇന്ത്യ മതി ശരിക്കും പറഞ്ഞാൽ. മോഡി പറഞ്ഞാൽ ഇന്ത്യ മതി, ഇന്ത്യൻ ജനങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യനെ മതി. പക്ഷെ ഇതിന്റെ എക്സ്പോർട്ട് ഇവർ ഓസ്ട്രേലിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ നമ്പർ ഓഫ് ഈ കമ്പനീന്റെ പൊട്ടൻഷ്യൽ, കമ്പനീന്റെ എന്താ പറയാ പ്രൊമോട്ടേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ അവർ എളുപ്പത്തിൽ അത് ഷിഫ്റ്റ് ചെയ്യാതെ പോകും. പക്ഷെ ഫോർ ടൈം ബീങ് ഇതൊരു അടി വരാൻ ചാൻസ്, അത് ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് വാങ്ങി വെക്കാം. പ്രൈസ് കുറയുമ്പോൾ ഇപ്പം മേടിക്കുക, ടുമോറോ ഇറ്റ് വിൽ ജംപ്. എന്റെ ടാർഗറ്റ് 10,000 റുപ്പീസാണ്. ടാർഗറ്റ് 10,000 റുപ്പീസ്. അത് പല വിധത്തിൽ കിട്ടാം. ചിലപ്പോൾ സ്റ്റോക്ക് ഇപ്പൊ 10 രൂപ ഫേസ് വാല്യൂ ആണ്, 1 രൂപ ഫേസ് വാല്യൂ ആക്കാം, 1:1 ബോണസ് കൊടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ 1:2 ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയി. 10 റുപ്പീസ് സ്റ്റോക്ക് 1 റുപ്പീസ് സ്പ്ലിറ്റ് ആയ 100 ഷെയറുള്ള 1000 ഷെയറോ. അപ്പൊ ഓട്ടോമാറ്റിക് 1000 ആയ മതി. റേറ്റ് ഈക്വൽ അല്ലേ? 10,000 into 100ഉം 1000 into 1000 സെയിം ആണല്ലോ. അത് എങ്ങനെയായാലും 10,000 വാല്യൂയിലേക്ക് വാരിയൻസീസ് എത്തും. മറ്റൊരു സ്റ്റോക്ക് പറയാനുള്ളത് ഡാറ്റാ സെന്റർ ബിസിനസ് ആണ്. ഡാറ്റാ സെന്റർ ബിസിനസിന് ഭയങ്കര ഭാവിയാണ്. ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ എന്താ ഡാറ്റാ സെന്റർ പറഞ്ഞിട്ടിരുന്നു, അതിനെ ഇതിൽ പറയുന്നില്ല. ഈ ഡാറ്റാ സെന്റർ ബിസിനസ്സിൽ ആനന്ദ്രാജ് ലിമിറ്റഡ് ഒരു കമ്പനി ഉണ്ട്. അത് ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. പക്ഷെ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലം നമ്മൾ ഇവര് ഡാറ്റാ സെന്റേഴ്സ് ആക്കി മാറ്റാൻ പോവാണ്. അപ്പം പൊതുവെ ഒരുപാട് സ്ഥലമുള്ള ആൾക്കാർക്കാണ് ഇത് ബെനിഫിറ്റ് ആവുക. അപ്പൊ അവര് ഓൾറെഡി ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. മറ്റവരൊക്കെ ഡാറ്റാ സെന്റേഴ്സ് ആവാൻ സാധ്യതയുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷെ ഇവർ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ആ സ്റ്റോക്കിനെ 970 ഹൈന്ന് കട്ട് ചെയ്ത് വന്ന സ്റ്റോക്കാണ്. അത് വീണ്ടും 1000 റുപ്യയിലേക്കോ 1500 പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ആനന്ദ്രാജ് ലിമിറ്റഡ്. ഈ 2 സ്റ്റോക്കാണ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയത് പറയുന്നത്. ബിനോയ് സാർ പ്രിഫർ ചെയ്യുന്നത് ഈ 2 സ്റ്റോക്കാണ്. കീപ് ദാറ്റ് ഇൻ നോട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് ഈവൻ ഐ വാസ് എ വെരി ഇൻഫന്റ് ഇൻ ദിസ്. എനിക്ക് വലിയ ഐഡിയകളൊന്നും ഇല്ലായിരുന്നു. ബട്ട് ബിനോയ് സാറിന്റെ ഇൻസൈറ്റ്, ഹി ഹാസ് seen the DNA of stock market. So that is why there is clarity in his thoughts and in his words. So it was a very thought-provoking and very knowledgeable interview. So thank you, Mr. Binoy, for this time that you have spent with us. So ഇനിയും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവട്ടെ. Okay, thank you.